ആരാധന, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി ജോസഫ് അച്ഛനെ ജീവികാരണികൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക കർണപടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, പിതാവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ, രക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഉടമ്പടി ധ്യാനം വിവിധ സമയങ്ങളിൽ ഷഹീന ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും കൃപാസനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവജനത്തെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് വ്യക്തിപരമായ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയയുടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിവിധങ്ങളായ വിഷയങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായി 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴി നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ മക്കളെയും സമർപ്പിക്കുന്നു.
ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുത്ത നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഈശോയെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവപിതാവേ, മഹത്വം. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനേ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിൽ ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിൽ ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സിന് വക്കീലായിരിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികൾ നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടത്താൽ പെരുകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, എല്ലാവരെയും സാക്ഷികളാക്കി ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവരെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ പുകഴ്ത്തിടാം യേശുവിനെ. ക്രൂശിതനായി സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യൻ. പുകഴ്ത്തിടാം പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യൻ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ശക്തിയോടെ ചിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് ഉറക്കെ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ആരാധന
ജീവനേ സുന്ദരി ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ആലപനത്തോടെ ശ്രുതികട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആലപനത്തോടെ ശ്രുതികട്ടെ. പക്ഷാപനത്തോടെ ഭാഷാപനം ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഈശോ സ്പർശിക്കണമേ കർത്താവേ, ഓരോ മകനെയും മകളെയും ഇവിടെ കണ്ണുനീര് നിന്റെ കൈകൾ നീട്ടിക്കൊണ്ട് എടുക്കണമേ കർത്താവേ. മാർഗരോഗികളും തീരാവേദികളും ജീവദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ സ്പർശിക്കണമേ. അമ്മേ, 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 പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴ് ആരാധന നിമിഷങ്ങളിലെ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ മാലാഖമാരെ രക്തസാക്ഷികളെ മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴ പോലെ പെയ്യട്ടെ. ആത്മാവേ, ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, പ്രിയ കർത്താവേ, ക്രിസ്തുവിന്റെ ആത്മാവേ, രക്തസ്രാവക്കാരെ രോഗപ്പെടുത്തിയ ശക്തിയുടെ ആത്മാവേ, അപ്പോസ്തലന്മാർ ഇറങ്ങി വസിച്ച ശക്തിയുടെ ആത്മാവേ, അഭിഷേകം ചെയ്യണമേ. മാരക രോഗങ്ങള്, ബന്ധനങ്ങള്, ജീവിതദുരിതങ്ങള്, എല്ലാ ബന്ധനങ്ങളും, രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഡിപ്രഷൻ രോഗങ്ങള്, എല്ലാ തരത്തിലുള്ള അകൃത്യങ്ങള് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ, കഴുകപ്പെടട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന വലത് കരം ഓരോ മകന്റെ മേലും വെക്കണമേ. ഉച്ച മുതല് ഉള്ളംകാൽ വരെ കർത്താവിന്റെ അടിപ്പിടലുകള് പായട്ടെ. മാർഗരോഗങ്ങള്, ബന്ധനങ്ങള്, പൈശാചിക സ്വാധീനങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ.
ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ആരാധനയിലായിരിക്കുമ്പോൾ തീർത്ഥാടനത്തിലിരിക്കുന്നവർ ഓൺലൈനിൽ എപ്പോഴെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ. ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈയടിച്ച് കർത്താവിനെ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഉടമ്പടിയിൽ നമ്മൾക്ക് അതായത് ആശയപരമായി ദൈവദേശത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവിക പരികർമ്മങ്ങളുണ്ട്. ആശയപരമായി നമ്മളിപ്പോൾ വരുമ്പോൾ പ്രായോഗികമായി ഉടമ്പടിയിലാകുകയാണ്. ആശയപരമായി ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവികമായ അടയാള പദ്ധതിയാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് സബിത എന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന്, അവന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. തന്നെയാണ് അമ്മ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്ന് ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അത് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ മക്കൾക്ക് രോഗം വരുമ്പോൾ, പക്ഷെ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മാറും, ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി. അതോടുകൂടി ഇവരുടെ പിടിവിട്ടുപോയി. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിടിവിട്ട് പോകുന്ന ഒരവസരം വരും. പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും, ഉടമ്പടിക്ക് മുമ്പും ഉണ്ടാവും. പിടിവിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസികളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയണത്, നിങ്ങൾ പിടിവിട്ട് പോകുമ്പോൾ എല്ലാം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാനൊരു എപ്പോഴും നിങ്ങൾ പറയാം, 21 ലക്ഷം ആൾക്കാരെ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ 10-32 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പോൾ പിടിവിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, എൻ്റെ പിടിവിട്ട് പോകുമെന്ന് ഓർക്കരുത്. പിടിവിട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണമെന്ന് ഓർക്കണം. കൈയിട്ടിച്ച് ശ്രദ്ധിക്കണ്ടല്ലേ. അതാണ് ഈ പറയണത്. He have uphold me in the victorious with the victorious right hand. Take the word of God, Isaiah 41:10. അതാണ് അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന്. അപ്പം നമ്മുടെ പിടി ഇപ്പം മരുന്നിനി ഇല്ല, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അല്ലേ അങ്ങെപ്പോലെ
കൈവീശിക്കൊണ്ട് ആരാധന നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത്? വചനം പഠിപ്പിക്കും, വചനം വ്യാഖ്യാനിച്ച് തരും, വചനം പ്രാർത്ഥിപ്പിച്ച് തരും, വചനം പാട്ടാക്കി മാറ്റി തരും. ഇതൊക്കെ എന്തിനാ? ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആരാധന ഇരുന്ന് കൂടുന്ന കൂട്ടമായിട്ട് ആരാധന, അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം ഒരുമിച്ചൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ ടി വിയെ കണക്ട് ചെയ്ത് ആരാധന ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് മൂടിക്കൊണ്ട് ടി വിയിൽ ആരാധന, ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ട്. ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു, എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഷാലോൺ ടി വി പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ സവിതയുടെ അവസ്ഥ എന്താ? സവിതയുടെ മകൻ അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന ഇപ്പം അവർക്ക് അവിടെയൊക്കെ നിലവിട്ട് പോയില്ല, പിടിവിട്ട് പോയില്ല. അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ആയിരിക്കുമോ? ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനയുമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ? ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് ഒരുതരം ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ സങ്കരം, അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി. അത് അപ്പോഴും ഇവൾ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ലേ ആള്? അതാണ് രസം. അതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല, പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും, ആരെങ്കിലും നാത്തുമാരെ ബന്ധുക്കളെ തരുന്ന ഉപയോഗിക്കും. അവരത് വിശ്വസിച്ചില്ലേ, അപ്പം അതിന് ആശയപരമായിട്ട് അവർ ഉടമ്പടിയായിട്ട് കണക്റ്റഡായി. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി. ആരും വിശ്വാസങ്ങളല്ല ബന്ധമെന്ന് പറയുന്നത്. ഈ പാലമെന്ന് പറയുന്നത്, ബ്രിഡ്ജെന്ന് പറയുന്നത് എന്താ? അക്കരയ്ക്ക് ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരയും നമ്മൾ അക്കരയും ആണെങ്കിൽ ഇതിൻ്റെ പാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെ പാലം. ചിലത് അടിപ്പാലമുണ്ട്, ചിലത് കോൺക്രീറ്റ് പാലമുണ്ട്, പല പാലങ്ങളേ ഉള്ളതെന്നേ ഉള്ളൂ. തടിപ്പാലമൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉടഞ്ഞു പോകും, മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും. നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട്. വിശ്വാസം ഒരിക്കൽ വിശ്വാസം സ്ഥാപിച്ചാൽ പിന്നെ അത് പോകത്തില്ല. അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി, കുഞ്ഞ് ഫ്രീ ആണ്, അമ്മയുടെ അടുത്ത് ഇല്ല. അപ്പോൾ ഇവർ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ ഈ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനയും കരച്ചിലും ഒരുമിച്ച് പോവുകയാണ്. ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെയും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ഈ മാനുഷിക ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. മാനുഷിക ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല, നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന് അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണി മേടിച്ചിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവർ സ്കൂട്ടാകും, അവരുടനെ സ്കൂട്ടാകും. അത് അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു തട്ടുകേട് നിങ്ങൾക്ക് കിട്ടണ വരെ വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത്? അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. ബന്ധുക്കൾ വേണ്ടെന്ന, സ്വന്തം വേണ്ടെന്ന,
ഫ്രണ്ട്സ് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു പിശാചിനെ, അവനത്തെ ബന്ധോ സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവിടുന്ന് നിങ്ങൾ അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവരെ വിട്ടേക്കൂ. എന്താണ് കാരണം? അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവായുള്ള ജീവിതം കുറേ ആൾക്കാരെ വിടാതെ പറ്റത്തില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അവരെ വിട്ടേക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ. അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത, ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും അന്ധരാ. സംശയമുണ്ടോ? അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്താ പറയണേ, ഭൂമിയിൽ ഒരു വഴക്കായും ചെയ്യാത്ത ദൈവത്തിന് എന്തിനാണ് മോഡിൽ എന്ത് വഴക്ക ചെയ്യുക? അപ്പോൾ അയാൾക്ക് ബോധമില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. അയാൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? അത് പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് ദൈവത്തെക്കുറിച്ച് പറയുക. ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ ഇതുപോലെയുള്ള ഒരു ടൈമില്ലേ, അതായത് പിടിവിട്ടു പോകുന്ന ടൈം, അതെന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യണം? ഇപ്പം മകൻ്റെ കാര്യം ജീവിതത്തിൽ പിടിവിട്ടു പോയ അവസ്ഥയെ ഇനി എന്ത് ചെയ്യുന്നത്? ഷി ഹാസ് നോ ഐഡിയ. ഇനി എവിടെയാണ് പോകേണ്ടതെന്ന്, റിലേ ചെയ്യേണ്ടതെന്ന്, ആശ്രയം വെക്കേണ്ടതെന്ന് അറിയാതെ അന്താളിപ്പും അമ്പരപ്പുമായിട്ട് ഈ ഒരമ്മ വേദന കൊണ്ട് ആരാധന കൂടുകയാണ്. കൂടുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ എന്തോ എടുക്കാൻ പോയ മകൻ പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ മടി കയറിയിരിക്കും. ഈ 7ാം ക്ലാസ്സുകാരൻ, അമ്മ എൻ്റെ വയറുവേദന പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അതെന്താ? അപ്പം ഇവർ, നിങ്ങളിപ്പോൾ കൈയെടുത്തില്ലേ, അവരത് വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? ഇവനിങ്ങനെ ഇടയ്ക്ക് വേദന വരാതിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ കിടന്ന് പോകാൻ തുടങ്ങും. അമ്മേ വേദനേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ഇല്ലമ്മ, എനിക്കിനി വേദന വരത്തില്ല. അപ്പോൾ ഇവന് ഉള്ളിൽ ബോധമുണ്ടായി. അത് ദൈവം കൊടുത്ത ഒരു ബോധമാണ്, ഇനി അവന് വേദന വരത്തില്ലെന്ന്. അവനെ പറയാൻ കാര്യം, അപ്പോൾ എന്താടാ, എന്ത് സംഭവിച്ചിട്ടെന്ന് അമ്മ ചോദിക്കും. അപ്പോൾ പറയും, അമ്മ ഇവിടെ ആരാധന കൂടിയില്ലേ, അമ്മ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ ആരാധന കൂടിയത്. അപ്പോൾ ഒരു കൈ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ വയറേൽ ഇങ്ങനെ തടയി ഇറക്കി. പിന്നെയും 3 പ്രാവശ്യം മുഴച്ചു വന്നപ്പോൾ ഈ 3 പ്രാവശ്യവും ഈ കൈ വന്ന് എൻ്റെ വയറിൽ നിന്ന് തടയി ഇറക്കി. എനിക്കപ്പോൾ വേദന പോയി, ഇനി എനിക്ക് വേദന വരത്തില്ല. ശ്രുതികട. ഹല്ലേലൂയ. അവരുടപെടുത്തില്ല. അപ്പം അമ്മ, എന്നിട്ട് ഈ മകൻ അമ്മയോട് പറയും, അമ്മ ഇനി എനിക്ക് ഭക്ഷണം താ, എല്ലാ ഭക്ഷണവും താ, ഞാൻ കഴിക്കാമെന്ന് പറയും. ഇവന് ആന്തരികമായ ബോധ്യം കിട്ടി. അപ്പോഴമ്മ ഇവൻ്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ മകനെ തൊട്ടിട്ടുണ്ട്, അമ്മ എൻ്റെ മകനെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നി. ഉടനെ ഇവൻ അന്ന് മുതൽ ഭക്ഷണമെല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് വരെ അവനൊരു വേദനയുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അവൻ. അതെന്താ സംഭവം? അത് ആശയപരമായ ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലിവർ വിശ്വാസം നിക്ഷേപിക്കും. ഇവരിവിടെ വന്നിട്ടില്ല, അവർ ഉടമ്പടി ആരാധനയിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അതിൽ വിശ്വസിക്കുകയാണ്. അമ്മ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ദൈവം അത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നേരിട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളെ സത്യം പറയാം, സഭ ഇത് ശരിക്കും തീഷ്ണമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സഭ പഠിക്കാൻ വേണ്ടിയാണ് ഇത് എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. എന്തിനാ? സഭ ഇത് പഠിക്കണം. കാര്യം നമ്മൾക്ക് സാധാരണ ഈ സഭയുടെ ഈ 2000 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാത്ത സാക്ഷ്യങ്ങളാണ് നടക്കുന്നത്.
കാര്യം ടി വിയിൽ ആരാധന കണ്ടിരിക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ കൈകൾ നേരിട്ട് വരിക, എന്നിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് തൊടുക, അതിനെ പൂർണ്ണമായി സുഖപ്പെടുത്തുക. അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് കാലത്തും സോഷ്യൽ മീഡിയയുടെ കാലത്തും അതിനെ മീൻസായിട്ട് എടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ ലോകം, സുവിശേഷ ടൈം, ഒരു പ്രത്യേക ടൈം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പിന്നെ സവിത വന്ന് ഉടമ്പടി ചെയ്യണതും ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതായത് അവരൊരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. ഒരു മുറി മുകളിൽ എടുക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും. ഒന്ന് വീട്ടിലെ ആവശ്യം വരും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം. പണം ചെറിയ പറയല്ലേ പണം വീട്ടിൽ ഇരിക്കണില്ലെന്ന്. എല്ലാവരുടെയും പ്രശ്നമാണത്, പണം വീട്ടിലിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം സ്വരുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്ത് ചിലവ് വരും. അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊടുക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അവർ മടുത്ത് 3-4 പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ച് സ്വരുക്കൂട്ടി വെച്ച കാശും കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവരെ അലാക്കിൽ കിടക്കുകയാണ്. അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ വീട് പണിയണം എന്ന് പറയാം. അത്രേ ഉള്ളൂ ഉടമ്പടിയിൽ. പിന്നെ ഒരു മുറിക്കാണ് ഈ ഉടമ്പടി വെച്ചിരിക്കുന്നത് അവർ. പക്ഷെ അവരാ സാക്ഷി നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇന്ന് പോയി അവർ പണിതിരിക്കുന്നത് മുകളിൽ 3 മുറിയാണ്. വിത്തിൻ നോ ടൈം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സന്ദർശിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികേറ്റി ഉടമ്പ് എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന്. അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട്. അതെന്നുവെച്ചാൽ ഇതൊക്കെ അച്ഛനിങ്ങനെ, ഞാൻ പറഞ്ഞത് എന്താണ്, ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത്. അപ്പം അവരുടനെ നമ്മുടെ എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന്. ഒറ്റപ്പെടലല്ല, 10 സാക്ഷ്യം വെച്ചാൽ ഒരു ദിവസം അപ്പ് ചെയ്യണത്. 10 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും. 15 സാക്ഷ്യം ഒരു ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് 25 സാക്ഷ്യം ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ 10 ദിവസം ആകുമ്പോൾ 250 സാക്ഷ്യം, ഒരു മാസം 750 സാക്ഷ്യം. 750 കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഇന്ന് വരെ മനുഷ്യൻ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത്. അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിക്കും കൃപാസനത്തെ എഴുതി തള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കുന്നത് എങ്കിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പാലമാണ് വിശ്വാസം. അത് മരപ്പാലമുണ്ട്, കോൺക്രീറ്റ് പാലമുണ്ട്. അപ്പോൾ ദൈവം നോക്കണ ചവിട്ടിയാൽ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോണ മരപ്പാലമല്ല. അതുകൊണ്ട് മരപ്പാലത്തെ കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം, ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം വന്ന്, ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ്. ഇപ്പം തന്നെ 10-60,000 പേര് ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞ്. പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? പ്രിൻസിൻ്റെ വൈഫ്, അവരുടെ പേര് സൗഭാഗ്യം. പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ്. പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാസനത്തിൽ പോവുക. എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ ചെന്നാൽ മാതാവ് നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ച് കളഞ്ഞു. എന്ത് വിഡ്ഢിയാണ്, പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനാ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ്. എന്ന് കഴിഞ്ഞാൽ അവരെന്താ പറയണത്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം, നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട്. പക്ഷേ വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ്. അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല, നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, അവളുടെ ഒരു താല്പര്യമില്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് നമ്മൾ പോണത്? അപ്പോഴ് ഇവിടെ സൗഭാഗ്യം പറയും നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. അപ്പോൾ പ്രിൻസ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഓർത്തിട്ട് 10-60 കാര്യങ്ങളുണ്ട്. 6 കാര്യത്തിൽ നിൽക്കണില്ല ജീവിതം 6 കാര്യത്തിൽ നിൽക്കണില്ല. എന്തെഴുതാനാണ്?
ഒത്തിരി എഴുതണമല്ല. ഇത് ഏതാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമത് എഴുതേണ്ടത് ഏതാണ്, രണ്ടാമത് എഴുതേണ്ടത് ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായപ്പോൾ പുള്ളിക്കാരൻ 3 കാര്യം മാത്രം എഴുതി. ഒറ്റ വരിയിൽ 3 കാര്യം എഴുതി. വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത്. 1, എന്നെ, എൻ്റെ ഭാര്യനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം. 2, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത്. തീർന്നു. ബാക്കിയുള്ളത് വേലയെടുത്ത് ജീവിക്കാൻ ദൈവം തന്ന ആരോഗ്യം കൊണ്ട്. അതാണ് മനസ്സിൽ വിചാരിക്കണത്. അതന്നാണ് ആ സാക്ഷ്യത്തിൻ്റെ പോക്ക്. അങ്ങനെയാണല്ല. ബാക്കിയുള്ളത് എനിക്ക് നല്ല മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ളത് വേലയെടുത്ത് ജീവിക്കാം. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം. രണ്ടാമത് എന്താണ്? ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത്. പക്ഷെ അത് നല്ല എനിക്കൂടെ അത് എല്ലാവരും എഴുതണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിനോടൊക്കെ എടുക്കുന്നത്. എല്ലാവരും അത് എഴുതണമെന്ന് എനിക്ക് തോന്നണം. സംരക്ഷണം. പിന്നെ ഇത്ര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന. സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം. ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു പെങ്കൊച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും 5 മണിയെന്നും പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലിയിരിക്കുമെന്ന് പറയും. അത്രയും കട്ടൻ്റായിട്ടാണ് അവർ പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലോ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യത്തെ താക്കോലെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരണത്. അപ്പോൾ ഉടമ്പടി നടക്കുന്ന എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോണത്, പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത്, ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത്. അപ്പോഴേ നമ്മുടെ സൗഭാഗ്യം ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ല ചെയ്യണത്, അവൾ 53 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയില്ല. അതെന്താ? ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ്, ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ 53 ആക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ 53 ആക്കരുത് കേട്ടോ. അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും. മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാൽ അത് ഭാരമായി. സൗഭാഗ്യക്ക് അത് അഭിഷേകമാണ്, മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും. കാര്യം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ എഴുതിക്കോ, നീ 53 ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് വെയ്റ്റായിട്ട് പോകും. ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും. ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യവും ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഭാരമുണ്ട്. ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ? വെയിലത്ത് നടക്കണം. ചിലപ്പോൾ ആൾക്കാർ തോന്നിയ പറയും, ചില ആൾക്കാർ ആക്ഷേപിക്കും. ഭാരമുണ്ട്. ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ. വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അപ്പോൾ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം, ഭാരമില്ലാത്ത കാര്യങ്ങളില്ല. ദൈവസ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ. അതാണ് സംഭവം. ഈ ഭാരമുണ്ട്, നിങ്ങൾക്ക് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല, നിങ്ങൾ ദൈവസ്നേഹം കുറവാണെന്നാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ടാൽ വാട്ട് യു വിൽ ഡു? അത് സിമ്പിളാണ്. അതായത് ദൈവസ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കരകയറാൻ എന്താ മാർഗം? നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും. ദൈവസ്നേഹം എങ്ങനെ കൂട്ടും? നമ്മൾ ദൈവസ്നേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ 1 യോഹന്നാൻ 2:5 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:5. എന്നാൽ
എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. അപ്പം ദൈവസ്നേഹത്തിന് ഹാഫുണ്ട്, ഒരു ക്വാർട്ടറുണ്ട്, ഒരു ഹാഫുണ്ട്, ഒരു മുക്കാലുണ്ട്, ഒരു ഫുള്ളുണ്ട്. അപ്പം ഈ ദൈവസ്നേഹത്തിൻ്റെ ഫുള്ളിലേക്ക് എങ്ങനെയാണ് വരണത്? എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ അവന്റെ വചനം പാലിക്കുന്നതിലാണ്, അല്ലാതെ വായിക്കുന്നതിലൊന്നുമല്ല, എഴുതുന്നതിലൊന്നുമല്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ വചനമൊക്കെ 90 പ്രാവശ്യം 900 പ്രാവശ്യമൊക്കെ എഴുതണമെന്ന് എഴുതിക്കോ, അതല്ല പ്രശ്നം. ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ്. 1 യോഹന്നാൻ 2:5 എന്ന് പറഞ്ഞ്, എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അവന്റെ വചനം പാലിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നാണ്. അവൻ പറയണ പോലെ ചെയ്യുക. ഇറ്റ്സ് ക്ലിയർ അല്ലേ? അവന് 2:5 അവൻ പറയണത് പോലെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത. ഒരു മനുഷ്യന് ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കണതാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴ് നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ്? ഐ ആം ഡൂയിങ് എ ഫങ്ഷൻ. ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്, ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യം ചെയ്യും തോറും ദൈവസ്നേഹം പൂർണ്ണതയിലെത്തും. ദൈവം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? ഉടനെ ടക്ക് എന്ന അടയാളം പ്രത്യക്ഷപ്പെടും. ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം. പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന് 40 കൊല്ലമായിട്ട് ഒരു മലമണ്ടയിൽ താമസിക്കുന്ന ആളാണ്, പാലക്കാട്. 40 കൊല്ലമായി. അപ്പന് അവിടെയാണ്. അപ്പം പ്രിൻസിന് 10-30 വയസ്സ് പോലും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പനുണ്ട്. അപ്പം അവരവിടെ 40 കൊല്ലം താമസിക്കും, ഒരു പ്രശ്നമില്ല. ഉടമ്പടിയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നെന്താണെന്നറിയാവോ? ഒന്നെന്താണ്? ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, മാരക രോഗങ്ങൾ ഉണ്ടാവരുത്. ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. എന്താ? ഞങ്ങൾക്കൊരു വീട് വേണം. വീടില്ല, ഉറഞ്ഞ വീടാണ്. വർഷങ്ങളായിട്ട് മലമണ്ട് ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക. അത് വെച്ചിട്ടുണ്ട് അവന്. അപ്പോൾ എന്ത് ശാസ്ത്രം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സംഭവിക്കണത് ഇങ്ങനെ എന്തിനാ ഉടമ്പടി അവർ പതുക്കെ ഉടമ്പടി പ്രകാരം ജീവിച്ചങ്ങനെ പോവുകയാണ്. ഭാര്യയും അവിടെ വിജയം എന്ന് പറയുന്നത് ഭാര്യയും ഇടിവെട്ട് ഉടമ്പടിയാണ്, ഭർത്താവ് പക്ക ഉടമ്പടിയാണ്. ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന്. അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് പ്രിൻസിൻ്റെ വർത്തമാനം കേൾക്കാൻ നമുക്ക് അറിയാൻ പറ്റും. നല്ല അജാനബാഹുവായ ഒരു മനുഷ്യനുടെ, അതായത് സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോടൊന്നും. പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ, രാത്രി ബൈക്കിന് വന്നപ്പോൾ അപ്പം പറഞ്ഞു, എടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ്, മകനെ അത് ഭയങ്കര മഴയാണ്. ഇത് അതായത് കുറേ ദിവസമായിട്ട് അവിടെ 10 ദിവസമായിട്ട് മഴ ഉണ്ട്, പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി, വല്ലാത്ത മഴയായി. അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ വെച്ചിട്ട് 400 മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത്. പാലക്കാടുകാർക്ക് അറിയാമല്ലോ, അകലെയാണ് മനുഷ്യർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു. തോടുണ്ട്, വീടിൻ്റെ വാതിക്കൽ കൂടി ഒരു തോടുണ്ട്. അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി അയൽവാസിയുടെ വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ആഴം കുറഞ്ഞ മണ്ണ്, ചെളിയല്ല, അതിൽ കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി. പക്ഷെ അപ്പോഴവന് തോന്നി, അപ്പം പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി. അപ്പം അതിനെ പറഞ്ഞ് ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത്.
അതാണ് വിഷയം. ആ വാക്ക് കറക്റ്റാണ്. നമ്മൾ താന്തോന്നി നമ്മൾ അപ്പം പറഞ്ഞാലും ചില ആൾക്കാർ തണ്ടുരോഗം കാണിക്കുമല്ല, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിൽ ചെയ്യത്തുള്ളൂ. മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. പക്ഷേ ഇപ്പോഴും അവൻ ഈ ഉടമ്പടിയിലായ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുണ്ടായി. അപ്പം പറഞ്ഞ് ദൈവം പറഞ്ഞതാണ് കേട്ടോ എന്നുള്ള ഒരു ബോധം ഉണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 400 മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് പണിയാനിവിടെ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പോൾ തോട് നീന്തി കയറി വീട്ടിലോട്ട് കയറിയപ്പോൾ നിന്ന് പെയ്യാണ്, ഇരുണ്ട് കുത്തി പെയ്യാണ്. കറണ്ടുമില്ല, മൊബൈലിൽ ലൈനുമില്ല, ഇരുട്ട് മാത്രം. എന്തിനെന്നറിയാൻ പാടില്ല. അവൻ നോക്കിയപ്പോൾ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. വീടിൻ്റെ പുറകെ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ടോർച്ചടിച്ചിട്ട് വേണച്ച് വരുമ്പോൾ വെള്ളം കുത്തി മോളി മലയെന്ന് പുറകിൽ നിന്ന് വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിലുണ്ടായിരുന്നു. വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അത് എടുത്ത് കോരി പിടിച്ച് അകത്തോട്ട് കയറുന്ന സമയത്ത് ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഒഴുക്ക് മനസ്സിലായില്ലേ? ഇപ്പം വീടിൻ്റെ 2 വശത്തും കൂടി ഒഴുക്ക്, ഗംഭീര ഒഴുക്ക്. അപ്പോൾ ആ വീട്ടിൽ കയറി നിൽക്കും. വീട്ടിൽ കയറി നിൽക്കുമ്പോൾ ഇടിയും മഴയും നടക്കുന്നുണ്ട്. അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേറ് കുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കുകയാണ്. ഇനി വീടും കൊണ്ട് പോകും, എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല. ഇനി ഇവിടെ നിന്ന് അപകടമാണ് മനസ്സിലായ. അപ്പം തന്നെ ഉരുള് മോളി പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉരുളിക്ക് പൊട്ടാൻ നിങ്ങൾക്ക് അറിയാമില്ല. ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. പണ്ട് ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലിയിൽ നിന്ന്. എന്നെ ഉടമ്പടി പേപ്പർ കാണിച്ചു. അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകിപ്പോയി, എല്ലാം പോയിച്ചാൽ ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. രാമചന്ദ്രൻ എരുമേലിയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, മകൻ ഇവിടെ മുട്ടനിക്കാൻ പറഞ്ഞു, നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാൻ ഉദ്ദേശിച്ചു. ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു, നിന്നെ പൂർണ്ണമായിട്ട് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ജീവിതത്തിൽ തകർച്ചകളുണ്ടാകുമ്പോൾ വിശ്വാസം പ്രശ്നിച്ചുകൊണ്ട് ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ വൈഫ് അന്ന് വീട്ടിലില്ല, അവർ നേഴ്സാണ്, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് അവർ. അപ്പോൾ പ്രായമായ അപ്പനുണ്ട്, അപ്പന് സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ പിന്നസിന് മനസ്സിലായി എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഏത് സമയത്തും വീടും പോകും. ആ വീട് പോണതിന് മുമ്പ് തന്നെ, പോകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെ ഇവൻ അപ്പനോട് പറഞ്ഞു, അപ്പ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ പോകും? റോഡ് ഈ വെള്ളമെല്ലാം കൊത്തിയിട്ട് റോഡ് പൊങ്ങി, തോട് മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴുത്തൊപ്പം വെച്ച് നീന്തേണ്ടി വരും. അപ്പനെ കൊണ്ട് എങ്ങനെ നീന്തും? പ്രായമായ അമ്മയും കൊണ്ട് എങ്ങനെ നീന്തും? പിന്നെ ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈശോ, അതായത് ദേവമാതാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾ നശിക്കരുത്, നശിക്കാൻ പാടില്ല. കാര്യം എന്താണ്? ഞങ്ങൾ നീയുമായിട്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുകയും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇടിമിന്നലിൽ ഒരു കോവേണി കാണും. അവിടെ ഉണ്ടായിരുന്ന കോവേണിയാണ്. അമ്മ കോവേണി കാണിച്ചു കൊടുക്കും. ഉടനെ കോവേണി എടുത്ത് ഇവൻ തോടിൻ്റെ മുകളിലിടും. ആരോപണത്തിൻ്റെ കോവേണി എടുത്ത് തോടിൻ്റെ മുകളിലിടും. തോടിൻ്റെ മുകളിലിട്ട് വെച്ച് ഉടമ്പടി കാശുരു എടുത്തിട്ട് അരയിൽ 5-8 പ്രാവശ്യം തിരിച്ചിട്ട് മുണ്ടയിൽ അത് തിരികെ വെക്കും. എന്നിട്ട് ഈ അമ്മനെയും കൊണ്ട് ഭാര്യയും അമ്മയും അപ്പനെയും കൊണ്ട് ഇവൻ ഈ പാലത്തെ കൂടി കയറി ഇപ്പുറത്ത് കൊണ്ട് വെക്കും. കൊച്ചിനെ അവൻ തോളയിലെടുക്കും. എന്നിട്ട് അവരവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോരും. കുടിയൊഴിഞ്ഞ് പോരുമ്പോൾ പള്ളിയിലെ ക്യാമ്പിൽ വന്ന് താമസിക്കും. പക്ഷേ 28 ഉരുളാണ് അന്ന് പൊട്ടിയത് രാത്രി. 1-2 അല്ല, 28 ഉരുള്. എല്ലാവരും തന്നെ ക്യാമ്പിലായിപ്പോയി. എന്നാൽ അവർ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ തന്നെ മുടങ്ങാതെ പോവുകയാണ്. ഇവൻ തിരിച്ച് ക്യാമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ.
ക്യാമ്പ് ആദ്യത്തെ ഒരാഴ്ച തഹസിൽദാരും വില്ലേജ് ഓഫീസറും പാർട്ടിക്കാരും എല്ലാം വരുമെങ്കിലും അവസാനത്തെ ആഴ്ച കിടക്കുന്നവൻ്റെ അവനെ ശവം പോലെ കാണത്തുള്ളൂ, ആരും വരത്തില്ല, തിരക്കത്തില്ല. ഞാനും ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. സുനാമി ക്യാമ്പ് ഈ ജില്ലയിൽ ആദ്യം നടത്തിയ ഞാൻ. ആദ്യത്തെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വഴിയെ തിരക്കി അന്വേഷിക്കുകയും ചെയ്യും. അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നും തരത്തില്ലെന്നല്ല, എല്ലാം തരും. അത് ആദ്യത്തെ ഒരു ഇതാണ്. അത് കഴിയുമ്പോൾ പിന്നീട് മനഃപൂർവ്വം നമ്മൾ അവിടുന്ന് പോയി കളയാൻ വേണ്ടി അവർ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവർ വരാത്തപ്പോൾ തന്നെ ഓർക്കുക അവർ ക്യാമ്പ് പിരിച്ചു വിട്ടിരിക്കണം, ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി മര്യാദക്ക് തേച്ച് കഴുകി ജീവിക്കാവുന്നതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. ഇപ്പോൾ പ്രിൻസ് വീട്ടിൽ ചെന്നപ്പോൾ വീട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഉടനെ പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ പോയിട്ട് വേറെ ഒരു വീട് നോക്കിയിട്ട് 5 പൈസ കയ്യിലില്ലേ, 5 പൈസ കയ്യിലില്ലാതെ, അതായത് അമ്മയുടെ എഴുതിയിട്ടുണ്ടല്ലോ വീട് വേണമെന്ന്, അത് ആ ഉറപ്പിലാണ്, ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ള ഉറപ്പേ ഉള്ളേ, അല്ല 5 പൈസ കയ്യിലില്ല. ഈ ഉടമ്പടിയിൽ വീട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട, ചില ആൾക്കാർ യാന്ത്രികമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, ചില ആൾക്കാർ ഒന്നൊന്നര ചെയ്ത്താണ് ചെയ്യണത്. അതാണ് സംഭവം. അവർക്കാണ് അങ്ങനെ. ദൈവത്തെ അറിയാമല്ലോ, ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വന്ന് എഴുതുകയാണ്. ഉടമ്പടിയിൽ അവർ അനുഷ്ഠിക്കുകയുമില്ല, വിശ്വസിക്കുകയുമില്ല, പ്രാർത്ഥിക്കുകയുമില്ല. ഇപ്പം ഇന്നലെ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇതിൽ വിശ്വസിച്ചില്ല, ഉടമ്പടി കൊണ്ട് നടക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ ഞാനിതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് വിശ്വാസമില്ലാതെ. അങ്ങനെ അതൊക്കെ സാക്ഷ്യം പറഞ്ഞിരിക്കണം, വിശ്വാസമില്ലാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ കൃപാസനം പത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ട്രോളല്ലേ, അത് കാരണം ഈ പത്രം പുറത്തെടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന് ആർത്തിയോടെ മേടിക്കുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചില്ലെന്നാണ് പറയണത് തെക്കടശ്ശേരി ഈ ചങ്ങനാശ്ശേരിക്കാരൻ. ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാനോർത്തത് ആൾക്കാർക്ക് ഇതിനോട് പുച്ഛമായിരിക്കുമെന്നാണ്. ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് തികയാതെ വന്നെന്നാണ് പറയണത് പത്രം. കാരണം ജനങ്ങൾക്ക് ഇന്ന് അറിയാവുന്നതിന് ശരിക്കറിയാം കൃപാസനം പത്രം എന്താണെന്നും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണെന്നും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കൃപാസന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് സാക്ഷ്യത ഇട്ടിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ഇനി ട്രോളർമാരത് കേട്ടാൽ പിന്നെ അവർ അത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കും. ട്രോളട്ട ദൈവികമായ പദ്ധതിയുടെ മുന ഒടിക്കാൻ ഒന്നിനും പറ്റത്തില്ല. കാര്യം നമ്മളിങ്ങനെ കുറേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണ സമയത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കുന്നവർക്ക് അടയാളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. അതിലെല്ലാം വിശ്വസിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ഒക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാമട്ടിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ആപത്തായിട്ട് മാറണത്. ഇപ്പം ഇത് പ്രിൻസ് അപ്പനെയും അമ്മനെയും കടത്താൻ വേണ്ടി ഏണി തോടിന് വട്ടമിട്ടിട്ട് ഈ മഴയത്ത് ഇറങ്ങി വരുമ്പോൾ അവനെന്താ ചെയ്യണത്? ഉടമ്പടി കാശുരൂപ എടുത്തിട്ട് തുണിത്തെറുപ്പിൽ തെറുത്ത് വെച്ചിട്ടാണ് ഇറങ്ങണത്. എന്നിട്ട് അവൻ അമ്മയും കൊണ്ട് ഇറങ്ങണ പോയ ദൈവസാന്നിധ്യം അതൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ബാധ്യതയാവും ഇത് നിറവേറ്റി. നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലേ, നിങ്ങൾ പ്രഖ്യാപിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷേ വൺസ് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിലുള്ള ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം സത്യസന്ധനായത് കാരണം ദൈവത്തിന് നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം സത്യസന്ധനാണല്ലോ, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ എടുത്ത ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വിശുദ്ധി കൂടി പാലിച്ചുകൊണ്ട് പോകണം. ജീവിത വിശുദ്ധിയും പാലിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും കൃത്യമായിട്ട് പാലിച്ച് ഞാൻ ഈ ഭൂമി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എന്ന് നിങ്ങൾ ധരിക്കണം. എൻ്റെ അതിലുള്ള വിഷയം എന്താണെന്ന് അറിയാമോ? ഇപ്പം ഉടമ്പടിയെ നമ്മൾക്ക് 2 തരത്തിൽ വീക്ഷിക്കാം. നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത നിങ്ങൾക്ക് ഉടമ്പടിയെ 2 തരത്തിൽ വീക്ഷിക്കാം. ഒന്ന് വെള്ളിയും ഒന്ന് സ്വർണവുമാണ്. വെള്ളിയായിട്ട് എങ്ങനെ വീക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം വെള്ളിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് എന്ത് വേണം,
നിങ്ങൾ ഉടമ്പടിയെ കാണുന്ന വിധം. ജോലി വേണം, IELTS ജയിക്കണം, അല്ലേ, പറമ്പ് വിൽക്കണം, വീട് വേണം. അതാ നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ഒരു കുട്ടിയില്ല, ഇപ്പോൾ 16 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ 16 വർഷമായിട്ട് മക്കളില്ല, 15 വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ വന്ന് സാക്ഷ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് അത് നമ്മൾ ഞെട്ടിച്ച് കളയും. IVF IUF എല്ലാം എടുത്തതിന് ശേഷം അവർ രാശി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഏജ് കഴിഞ്ഞോ, ഇനി നിങ്ങൾക്ക് ദത്തെടുക്കാനേ പറ്റത്തുള്ളൂ, ദത്തെടുക്കാനും ഏജ് കഴിഞ്ഞോ. അപ്പോൾ അവർക്ക് എന്നിട്ട് ഉടമ്പടിയിൽ ഈ 18-ാം വർഷം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും. അതാണ് ഉടമ്പടി എന്ന് പറയണത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാരെ, അത് നമ്മൾ എല്ലാ ദിവസവും കണ്ടിരിക്കുക, എല്ലാ വല്ലപ്പം കാണുന്നതല്ലേ, എല്ലാ ദിവസവും ജനങ്ങൾ ഉടമ്പടി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉടമ്പടിക്ക് 2 വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഒരു സിൽവർ ലൈനിലുള്ള ഒരു നിങ്ങൾ ഉടമ്പടിയെ കാണുന്നത് എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാൻ, കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ, വസ്തു മേടിക്കാൻ, എന്തെങ്കിലുമായിരിക്കും നിങ്ങൾ പറയണത്. പക്ഷേ ഇനി വേറെ ഒരു ഗോൾഡൻ ലൈനുണ്ട്, ഒരു ഗോൾഡൻ വെർഷനുണ്ട്. അതെന്താണ്? ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു, മനസ്സിലായില്ലേ? അവിടെയാണ് പിടുത്തയിരിക്കണത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളെന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് സിൽവറാണ്. പക്ഷെ അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു. എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹം നിങ്ങളിൽ പൂർണ്ണമാകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചില്ലേ നമ്മൾ? ഇപ്പോൾ 1 യോഹന്നാൻ 2:5 വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ, അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ഈ ഗോൾഡൻ ലൈൻ എന്ന് പറഞ്ഞ ഇതാണ്. എന്താണ്? ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിൽ പറഞ്ഞേ, എന്നിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. ഇതാണ് കവനന്റിന്റെ ഗോൾഡൻ ലൈൻ എന്ന് പറയണത്. എന്താണ്? ഈ ഉടമ്പടി എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നാ പറയണത്? ദൈവസ്നേഹം. പറഞ്ഞ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. അപ്പോഴേ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ട്. പക്ഷെ ഉടമ്പടിക്കാരിൽ നിന്ന് സാധാ ആയിട്ടുള്ള ദൈവസ്നേഹമല്ല ഉദ്ദേശിക്കണത്. എന്താ? മേത്തരം ദൈവസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പൂർണ്ണത പ്രാപിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് പറയുന്നത് അവിടെയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ഒന്ന് പറഞ്ഞേ, ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ ആ ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് ചോദ്യമാണത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് കർത്താവ് പറയും, അവൻ്റെ വഴി കൂടി നടക്കണമെന്ന് പറയും. നിങ്ങളുടെ വഴി കൂടി നടന്നാൽ പറ്റത്തില്ല. എല്ലാവരും അവരവരുടെ വഴി കൂടിയല്ലേ നടക്കണത്. അവൻ്റെ വഴി കൂടി നടക്കാൻ വേണ്ടി താഴത്ത് വായിച്ചേ. 1 യോഹന്നാൻ 2:6 വായിച്ചേ. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ, പറഞ്ഞ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവസ്നേഹം പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. ദൈവസ്നേഹം എങ്ങനെ പൂർണ്ണമാകും? അത് അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴിയിലൂടെയാണ് പ്രിൻസ് നടക്കണം. ഇപ്പം ഉള്ള വീടും പോയില്ലേ, വഴിയാധാരമായില്ലേ? അവൻ നടന്ന വഴി, അവന് വീടില്ലല്ല, കിടക്കണം കണ്ടില്ലേ? അവൻ നടന്ന വഴിയിലൂടെ ഉടമ്പടിക്കാരൻ നടക്കണം കണ്ടില്ലേ? അവൻ നടന്ന അതേ വഴി. നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് അവൻ നടന്ന അതേ വഴിയിലൂടെ അവനെ പെട്ടെന്ന് നടത്തും നിങ്ങളെ. ഇതുകൊണ്ട് തീർന്നില്ല. പെൻസും ഭാര്യയും കൂടി ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾക്ക് പുതിയ വീട് കണ്ടുപിടിച്ചവർ
പക്ഷേ കൈ കാശില്ല. ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ബാങ്കുകാരൻ പറയും, നിങ്ങളുടെ പ്രദേശത്തല്ലേ 28 ഉരുള് പൊട്ടിയത്, അവിടെ എന്തുറപ്പിന് ഞങ്ങൾ ലോൺ തന്നാൽ നിങ്ങളെങ്ങനെ റീഫണ്ട് ചെയ്യും, ആ സ്ഥലത്ത് ലോൺ തരിക എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യും? തീർന്നില്ലേ? അവൻ നടന്ന അതേ വഴി, അവൻ വഴിയാധാരം കണ്ടില്ലേ, വീടുമില്ല കുടിയുമില്ല, ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുക. അവൻ നടന്ന, കർത്താവ് നടന്ന അതേ വഴിയിലൂടെ നടക്കണം. വൈഫ് എന്ത് ചെയ്യും? സൗഭാഗ്യ ഇടിപെട്ടാണ്. ഇങ്ങനെയൊന്നും കൊണ്ട് അവൾ കുലുങ്ങത്തില്ല. അവളാണ് ഇപ്പോഴാണ്, നേരത്തെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഇപ്പോഴാണ് ബാങ്കുകാരൻ ലോൺ നിഷേധിച്ചപ്പോഴാണ് അവൾ ഒരു തീരുമാനം എടുത്തത്. എന്താണ്? പ്രത്യക്ഷയുടെ പ്രാർത്ഥന 53 പ്രാവശ്യം ചെല്ലാമെന്ന്. വിടത്തില്ല, വിടാതെ ഇരുന്ന് 53 പ്രാവശ്യം ചെല്ലുമ്പോൾ വേറൊരു വീടിനെ, അവർ കണ്ടുവച്ച വീടിനെ ആ വീട് തന്നെ വെച്ചോണ്ട് ഈടാക്കിക്കൊണ്ട് ബാങ്കുകാരൻ ലോൺ അനുവദിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ നടന്ന അതേ വഴി ഇടയ്ക്ക് നമ്മൾ നടക്കുമ്പോൾ നിങ്ങൾ പതറരുത്. കാര്യം അവരാ ഉടമ്പടി ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോണത്. അവർ ഉടമ്പടി ഉറച്ചു നിന്ന് പോകുമ്പോൾ ഇതിനിടക്ക് ഈ ഒരു വീട് കിട്ടിക്കഴിഞ്ഞ് എന്താണ്, അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ എന്താ വേണ്ടത്? എൻ്റെ അപ്പനെയും അമ്മനെയും എന്നെയും എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കണം. സംരക്ഷിച്ചല്ലേ? ഉറപ്പല്ലേ? കോണി കാണിച്ചു കൊടുത്ത് സംരക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ലേ? അതുറപ്പല്ലേ? രണ്ടാമതായത് ചെയ്ത് ഞങ്ങൾക്കൊരു വീട് വേണം. വീട് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണ്ടേ? ഇത് അപകട മേഖലയാണ്. ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പുതിയ വീട് വെച്ചാൽ ഇന്നലെ നാളെ പിന്നെ ഉരുള് പൊട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം മുഴുവനും. അങ്ങനെ അപ്പനെയും അമ്മനെയും കുഞ്ഞിനെയും എല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി പ്രകാരം അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇനി ഇത് നമ്മൾ ഈ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയാണ് ചെയ്യണത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ചെയ്യണ എന്താണ്? ദൈവത്തെ ഇത്രയും നാൾ നമ്മൾ അറിഞ്ഞതൊരു അറിവല്ല, ഉടമ്പടി പ്രകാരമായ ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് യോഹന്നാൻ 1 യോഹന്നാൻ 1 വായിച്ചേ. 1 യോഹന്നാൻ 2, 5, 6 1 വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. ഇതിനകത്ത് വരുന്നൊരു വിഷയം കണ്ടില്ലേ? നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും, ഞാനെപ്പോഴും പറയും ഇത് ബൈലാറ്ററലാണ്, ഉഭയകക്ഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതിൻ്റെ 2 സംഭവമാണ്. ഇപ്പം നമ്മൾ ദൈവസ്നേഹം നമ്മളിൽ നമ്മുടെ സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും വിശ്വാസം കളയാതെ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ അവനെ അറിയുന്നു. പിന്നെ എന്താണ്? നമ്മൾ അവനിൽ വസിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 15:4 യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പിന്നെ പ്രാർത്ഥിച്ചേ യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പിടിയാ. ഈ ഞാൻ നിങ്ങളിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ക്ലോസാണ്, ആദ്യത്തെ ക്ലോസ് അല്ല. ഞാൻ നിങ്ങളെ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2ാമത്തെ ഓപ്ഷനാണത്, അത് ആദ്യത്തേതല്ല. ആദ്യത്തെ എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ദൈവം വസിക്കുന്നൊരു കാര്യമില്ല. ആദ്യത്തെ എന്താണ്? ഈശോ എന്താ പറയുക? ഞാൻ നിങ്ങളിൽ വസിക്കും, പിന്നെ നിങ്ങൾ എന്നിലും വസിക്കുമെങ്കിൽ. എന്താ പ്രോബ്ലം ചെയ്യണത്? ആദ്യം ചെയ്യേണ്ടത് ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തിൽ വസിക്കണം. ഇവിടെയാണ് വിഷയം വന്നത്.
ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഈ വിഷയമാണ്. വൈ വി ഷുഡ് ടേക്ക് കവനന്റ്. അതെന്താ കാര്യം? എന്തിനാണ് നിങ്ങൾ കവനന്റ് ഉടമ്പടി എടുക്കുന്നത്? ആ 8 ദിവസ പശ്ചാത്തലം അതുപോലെ തന്നെ കല്യാണം കഴിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നുമല്ല. അത് നമ്മുടെ ഒരു ദൈവം അങ്ങനെയല്ല കാണുന്നതിനെ. എന്തിനാണ് നമ്മൾ കവനന്റ് എടുക്കുന്നത്? ദൈവം നമ്മളിൽ വസിക്കാൻ. ദൈവം നമ്മളിൽ എങ്ങനെ വസിക്കും? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ. ദൈവസ്നേഹം നമ്മൾ എങ്ങനെ പൂർണ്ണമാകും? ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ അല്ലേ? അതാണത് വായിക്കേണ്ടത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കണം എന്തിനാണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പാലിക്കാൻ. എന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കണത്? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകാൻ. ദൈവസ്നേഹം നമ്മൾ എന്തിനാണ് പൂർണ്ണമാകണത്? ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ. എന്തിനാണ് ദൈവം നമ്മൾ വസിക്കണത്? നമ്മളിൽ ദൈവം വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ചില സമയത്ത്. എന്താ കാര്യം? നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അറിയണേ എന്താണ്? കൊച്ചു മരിക്കും, അതേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര നിങ്ങൾ പഠിച്ചാലും മാക്സിമം അറിയാൻ പറഞ്ഞത് എന്താണ്? ഈ മരുന്ന് പിടിച്ചില്ലെങ്കിൽ കൊച്ചു മരിക്കും. അതാണ് മാക്സിമം അറിയാവുന്നത്. അതുകൊണ്ട് പൗലോസ് പറയണത് അറിയാമെന്ന് പറയുന്നവനൊരു ചുക്കും അറിയാൻ പറ്റുന്നു. അറിയാമെന്ന് വിചാരിക്കുന്നവൻ. വല്ലാണ്ട് അഹങ്കാരം പറയണത് അറിവാണല്ല. അറിവ് അഹങ്കാരം ജനിപ്പിക്കുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിവുള്ളവന് അറിയേണ്ടത് അറിയണില്ലെന്നും പൗലോസ് പറഞ്ഞു. പൗലോസാണ് ഇതെല്ലാം എല്ലാത്തിനും ജാക്കി വെച്ചിരിക്കണ പൗലോസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളുടെ എല്ലാ തലക്കൊയ്മയ്ക്കും പാടാണ്. അത് ചെയ്താൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ക്യൂൻ ഓഫ് മിഷൻ എന്ന് പറഞ്ഞത്. അതാണ് അത് ചെയ്ത പത്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണല്ലോ വിശ്വാസ കൈമാറ്റം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കണത്. അതാണല്ലോ ഏറ്റവും വലിയ മിഷൻ. ആരെ ജ്ഞാനസ്നാനപ്പെടുത്താനോ മതപരിവർത്തനം ചെയ്യാനല്ല. ദൈവം ലോകം അറിയേണ്ട ഒരാളാണ് ക്രിസ്തു. കാര്യം ക്രിസ്തു എല്ലാവർക്കും ആശ്വാസത്തിനും സൗഖ്യത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനും ആശ്വാസം പ്രാപിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ എല്ലാവരുടെയും അവകാശങ്ങളെ മാനിച്ചുകൊണ്ടാണ് ക്രിസ്തു കൈമാറ്റം നടക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ഏറ്റവും വലിയ സംഭവം പ്രസൻസ് അല്ലേ? ഇപ്പം ആ കുഞ്ഞിൻ്റെ തന്നെ വയറ്റിൽ ദൈവത്തിൻ്റെ കരങ്ങൾ വന്ന് തടവി എന്നേക്കും വേണ്ട തലവേദന വയറുവേദന മാറ്റുന്നത് പ്രസൻസാണ്. പ്രസീന എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ്. പ്രസീന അത് ഇന്നലെ മറ്റേ പറഞ്ഞു സാക്ഷ്യം. ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പ്രസീനയുടെ സാക്ഷ്യം സങ്കടകരമായ സാക്ഷ്യം. പ്രസീന കൊല്ലംകോട്. അപ്പോൾ പ്രസീനയുടെ വിഷയം, പ്രസീനയുടെ അപ്പൻ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു നല്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ആരുമില്ല. ആ പെട്ടെന്ന് സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടൊരു കല്യാണം, പെണ്ണല്ലേ വീട്ടിൽ നിർത്തണം, ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി. അത് ഭയങ്കര കുരിശായി. അതവരുടെ കുടുംബക്കാര്യമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം എന്ത് വെച്ചാൽ അവർ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാരൻ്റെ കേസിന് പോകും. നോക്കിയേ, അപ്പനും ഇല്ല, ഭർത്താവുള്ളത്, അതും ഭയങ്കര ടോക്സിക്കായിപ്പോയി. ഒന്നുമില്ല, ഇവർക്ക് ആരുമില്ല, ഉടമ്പടി മാതാവ് മാത്രം. എല്ലാവരും പോയി. ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാനോ തിരക്കാനോ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ പറയണം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ശ്രുതികട ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന അമ്മയുടെ വാത്സല്യത്തിന് നന്ദി പറയാം. അപ്പോൾ പ്രസീന ഒറ്റക്ക് ദൈവത്തിൻ്റെ കൂടെ ഒറ്റക്കാണ്. സിംഗിൾ വിത്ത് ഗോഡ് എന്ന് പറയത്തില്ലേ, അതുപോലുള്ള ജീവിതാനുഭവങ്ങളാണ്. സിംഗിൾ വിത്ത് ഗോഡ്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാവരും അമ്മ കാണുന്നുണ്ടല്ലേ, എനിക്ക് ഭർത്താവും ഇല്ല അപ്പനും ഇല്ല, എന്നെ ഒന്ന് കാണാത്ത എന്താണ്? അതൊരു ഒന്നൊന്നര ചോദ്യമാണേ. അത് നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഭർത്താവുമില്ല അപ്പനുമില്ല, എല്ലാവരും നീ കാണുന്നുണ്ട്, എന്നെ എന്താ ഒന്ന് കാണാത്ത? ഉടമ്പടി എഴുതി എനിക്ക് നിന്നെ കാണണമെന്ന്. ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ എഴുതണമാണ് എനിക്ക് നിന്നെ കാണണം.
എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ട് അമ്മയുടെ കാര്യവും പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോകുവാൾ പോയി വടക്കാഞ്ചേരി ഒരു ആശുപത്രിയിൽ രോഗികളെ, ഒരു പാലിയേറ്റീവ് കെയറിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും. ഉടമ്പടി വിധി പ്രകാരം രോഗി പരിചരണം ഉണ്ടല്ലോ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബസ്സിന് പോവുകയാണ്. ബസ്സിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു ചേടത്തി അപ്പോൾ ബസ്സിനായി ഇവിടെ ഇരിക്കുകയാണ്. അവർക്ക് സീറ്റ് കിട്ടി അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ പ്രായം ചെയ്യുന്ന ഒരു വലിയമ്മ വന്ന് ഒരു കിറ്റൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ഉടനെ ബസ്സിനെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രസിനായിട്ട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഇരുത്തിയ ആളെ ഒന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ഇരുത്തിയ ആളെ ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃപാസനം മാതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വല്ലാത്ത സാക്ഷ്യമാണത്. സിൽവർ ഗ്രേയിലിരിക്കുകയാണ്. എന്താ എഴുതിയിട്ടും പോയത്? അപ്പനുമില്ല, എനിക്ക് ഭർത്താവുമില്ല, എല്ലാവർക്കും നീ കാണുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. പിന്നെ 3 പ്രാവശ്യം കണ്ട്, ഒന്നല്ല 3 പ്രാവശ്യം. അപ്പം നമുക്ക് ആരുമില്ലെന്ന് നിങ്ങൾ ആരും പറയരുത്. എനിക്കെൻ്റെ അമ്മയുണ്ട്, അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഈശോ ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത തകർച്ചകളിൽ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ചേർക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ ഇപ്പം പ്രസീനായും കോടതി കേസാണ്. 7 കൊല്ലമായിട്ട് കേസ് പറയുകയാണ്. അപ്പനുമില്ല, ഭർത്താവുമില്ല, അവൾ ഒറ്റക്ക് നിന്ന് ദൈവം മാത്രമേ ഉള്ളൂ. ആ കേസ് ഉടമ്പടി എടുത്തോടുകൂടി അമ്മ കോടതിയിൽ പോയി അഡ്വക്കേറ്റായിട്ടാണ്, അമ്മ അഡ്വക്കേറ്റാണല്ല, കോടതിയിൽ പോയി അവൾക്ക് വേണ്ടി വാദിച്ച് അവൾക്കും മകൾക്കും അവളുടെ മകൾക്കും ആവശ്യത്തിന് പണം കോടതിയെ കൊണ്ട് അനുഭവിപ്പിച്ച് അക്കൗണ്ടിലാക്കി കേസും ജയിച്ചു പോകുന്നു. എന്നിട്ട് പ്രശ്നം ഇത് അമ്മ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം നിങ്ങൾ നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അവൾക്ക് നടന്ന് അവൾ ഭയങ്കര ലോകത്തിലുള്ള തരികിട പാർട്ടിയാണ്. അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് നടന്നു. ഞാൻ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, എനിക്കൊന്നും നടക്കണില്ല. ഇങ്ങനെ കുശുമ്പും പൗശന്യം പറഞ്ഞ് നടക്കുകയാണ് കുറേ ആൾക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാത്തത്. മറ്റുള്ളവർക്ക് നടന്ന ഉടമ്പടി നമ്മൾ നടക്കുകയാണ്. അല്ല, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളോ രീതികളോ മാറ്റിയെടുക്കാൻ നോക്കുകയല്ല. മറ്റുള്ളവരെ കിട്ടിയതിൻ്റെ കുശുമ്പും പൗശന്യം പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അസൂയം കയറി നടക്കണതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി അത് സ്പ്രൗട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തെ സ്നേഹിച്ച് 1 യോഹന്നാൻ 2:5 പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിയ ദൈവത്തിൽ വസിച്ച് ദൈവം എന്നിൽ വസിച്ച് നിത്യ ഉടമ്പടിയുടെ ഭാഗ്യമായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങളുടെ വചനം പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാവാസാക്കി അസുഖം വെച്ച് ശ്വാസം മുട്ടി കൊച്ചു മരണ വെബ്രാളത്തിൽ ഐസിയുലും കിടക്കാതെ അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് പോലും ആകുമ്പോൾ ആ കൊച്ചു പോണില്ല, പെരിസിൻ്റെ കൊച്ചു പോണില്ല. പെരിസിൻ്റെ പെങ്ങന്മാർ വന്ന് വെച്ചും പറഞ്ഞു, മാവേ ഇങ്ങോട്ട് വാ, മകൻ ഇങ്ങോട്ട് വാ, ഞാൻ ആൻറ്റി നോക്കിക്കൊള്ളാം. കൊച്ചു പോകത്തില്ല. കൊച്ചിനറിയാം അപ്പൻ്റെ പെടലിക്കെന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊണ്ടുപോയി ഐസി കിടത്തുമെന്നറിയാം. അതാണ് കൊച്ചു കൈ വിടാത്തത്. കൊച്ചു ഉണർന്നിരിക്കണം, ഉറങ്ങണ കൂടിയില്ല. രാത്രി മൊത്തം പെൻസിനെ ഉറക്കാതെ കുഞ്ഞുറങ്ങാതെ എന്നെ ഐസിയിൽ ഇടുകയെന്നും വിചാരിച്ചുകൊണ്ട് അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കണം. എന്തൊരു ഗതികേട്. അവൻ നടന്ന വഴി അവനെ മുഴുവനും ഉറങ്ങാതെ നിന്നില്ലേ ഒരു രാത്രി. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ വയസ്സിനെ ഓർത്തേക്കണേ. അവൻ അന്ന് അന്ത്യത്താഴത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈശോ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും,
അപ്പായടുത്ത് നാളെ ഈ സമയത്ത് ഞാൻ അപ്പായടുത്തായിരിക്കും. ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രി. അപ്പായുടെ മേശപ്പുറത്തു നിന്നാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണത്. ഇപ്പം നിങ്ങൾ കഴിക്കാൻ പറയും. അവൻ പട്ടിണി നിന്നാണ് നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ വിസ്താരം മേടിച്ച് പിലാത്തോസിൻ്റെ അന്നാസിൻ്റെയും ഗുണ്ടകൾ അവനെ കയ്യാമം വെച്ച് അവൻ്റെ മുതുകിൽ ഉഴുത് അവനെ ഒരു ചോരക്കട്ടയാക്കിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത രാത്രികൾ അവകാശമായി വരുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടന്നു എന്നുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനെ കുറിച്ച് ഇതൊക്കെ എഴുതപ്പെട്ടതാണ്. അത് എഴുതിയത് മോശയുടെ പുസ്തകത്തിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. അതൊക്കെ നിറവേറണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിറവേറുന്ന ഉടമ്പടിക്കാലത്ത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിൻസിൻ്റെ ജീവിതം. നമ്മൾ ലൂക്കാൻ്റെ സുവിശേഷം 24:44 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 24:44. ലൂക്ക 24:44. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും ഇത് പറഞ്ഞേ, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് പൂർത്തിയാകേണ്ടത്? ഈശോ പൂർത്തിയായെന്ന് മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നതാണ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറയണത്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? മോശയിലെ തിരുവെഴുത്ത് പൂർത്തിയായി, സങ്കീർത്തനങ്ങളെ തിരുവെഴുത്ത് പൂർത്തിയായി, പ്രവാചകന്മാരുടെ തിരുവെഴുത്ത് പൂർത്തിയായി. എന്താണ് ആ തിരുവെഴുത്ത്? എന്താണ് ആ തിരുവെഴുത്തെന്ന് ലൂക്ക 24:46 പറയും. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 24:46. ലൂക്ക 24:46. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അപ്പൊ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. അവൻ പറയണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമാകുകയാണെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയാക്കുന്നതാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ, 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 പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് സഹനത്തിൻ്റെ ഒരു ചോര ചവിട്ടിക്കൊണ്ടാണ് പോണത്. അതെപ്പോഴും ഓർത്തേക്ക്. എന്തെങ്കിലും സഹനം വരുമ്പോൾ നിങ്ങൾ ഉടനെ മോങ്ങരുത്. ഞാൻ ഉടമ്പടി എടുത്തല്ല, എനിക്ക് എന്തിനും സഹനം വന്നല്ല. അല്ല, അത് ഉടമ്പടി എടുക്കാത്തവർക്ക് വരുന്ന സഹനം പോലല്ല, ഉടമ്പടി എടുക്കുന്നവർക്ക് വരുന്ന സഹനങ്ങൾ. ആ സഹനം എന്താണ്? അവർ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഇതറിവല്ല, തിരിച്ചറിവാണ്. ഉടമ്പടി എടുക്കാത്തവർക്ക് സഹനമുണ്ട്, നമുക്കും സഹനമുണ്ട്. പക്ഷേ നമ്മുടെ സഹനം എന്താണ്? അത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 24:46 ക്രിസ്തു സഹിക്കുന്നതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും ചെയ്യണമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ഇപ്പം നമ്മുടെ ഹിതം നിറവേറുക, വീട് വേണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകണം, അത് നമ്മുടെ ഹിതം.
അത് ഉടമ്പടി നമ്മ കാണുന്ന വീക്ഷണമാണ്. ദൈവം കാണുന്നൊരു വീക്ഷണമുണ്ട്. എന്താണ്? നീ ദൈവസ്നേഹത്തിൽ നിറയണം, അതിന് സഹനത്തിൻ്റെ വഴികളിലൂടെ പോകണം, ദൈവസ്നേഹം പൂർണ്ണമാകണം, അങ്ങനെ നിന്റെ ആത്മാവ് മഹത്വപ്പെടണം, നിത്യം നിനക്ക് അവകാശമാക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പതറരുത്. പതറാതെ ഈ കുഞ്ഞ് പ്രിൻസിൻ്റെ പെടലിക്കൊന്നും മാറാതെ അപ്പ ഇട്ടും പോയി എന്നെ ഐസിയിലാക്കി, ഞാൻ അവിടെ കിടന്ന് ചത്തുപോകുന്ന കുഞ്ഞ് പേടിച്ചിട്ട് അപ്പ എൻ്റെ പെടലിക്ക് ഇങ്ങനെ അമുങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എന്താ പറയണത്? ഞാൻ ആശുപത്രി ഐസിയിലല്ല അമ്മേ, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിലാണ്. ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ്. അവൻ കരഞ്ഞുകൊണ്ട് എന്ന് പറയും, ഞാൻ കരയണത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഞാൻ ആലപ്പുഴ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് പറയണ ഈ കുഞ്ഞിൻ്റെ പ്രാണന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. ആ ഒറ്റ ഇഞ്ചക്ഷനോടെ കൊച്ചു രക്ഷപ്പെട്ടു പോകും. അതാണ്, അതായത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുകയാണ്. അതാണ് 24:46 എന്താ എഴുതിയിരിക്കണത്? ക്രിസ്തു സഹിക്കുകയും, എന്തിനാ സഹിക്കണത്? 3-ാം ദിവസം മഹാപ്രാഭവത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ. നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ദൈവത്തിൻ്റെ നിന്നെ മഹത്വപ്പെടുത്തുന്നതും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമുള്ള സഹനങ്ങൾ വരണത്. അതിവനെപ്പോലെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് പ്രത്യാശയും അതേസമയം തന്നെ പ്രയാസങ്ങൾ ഒരുമിച്ചാണ് ചില സമയത്ത് വരണത്. ഇനിയിപ്പോൾ ഒരു പ്രത്യാശയുണ്ട്. പ്രിൻസിനും യൂറോപ്പിൽ പോകണം. പക്ഷേ പുള്ളിയുടെ ഒരു സ്വപ്നമാണ്, നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. കാര്യം പുള്ളിക്ക് ഇംഗ്ലീഷ് വശമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ഞാൻ ഇംഗ്ലീഷ് കേട്ടാൽ പാനിക്കാവും, പാനിക്കാൻ പേടിച്ചു പോകും. അപ്പോൾ ഇതിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാതാവ് പറയും കൊടുക്കൂ, റെസ്യൂം കൊടുക്കൂ, നിൻ്റെ ബയോഡേറ്റ കൊടുക്കൂ എന്ന് അമ്മ പറയും. ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ പറയും ഉടമ്പടി കൊടുക്കൂ. അപ്പോൾ പറയും ഞാൻ എങ്ങനെ പോകാം, ഞാൻ എത്രയോ ഇൻ്റർവ്യൂവിന് പോയി തോറ്റൊരു മനുഷ്യനാണ്. ഇവിടെ ചരിത്രമേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തോറ്റ ചരിത്രമേ ഉള്ളു പുള്ളിക്കും. അതുകൊണ്ട് ആ മേഖല കോൺഫിഡൻസ് ഇല്ല. എങ്കിലും പുള്ളി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ വേണ്ടി അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി റെസ്യൂം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ഇയാളെ ഒന്ന് സംസാരിച്ചത് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിൻസേ, ഇത് 25 റെസ്യൂമാണ് എൻ്റെ കയ്യിൽ, 25. ഇതിൻ്റെ ഇവരെങ്ങാനും കയറി സംസാരിച്ചാൽ ഇതിൻ്റെ 26ാമത്തെ സ്ഥലത്ത് പോലും നിന്നെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കോൺഫിഡൻസ് പോകും, ഏജൻറ്റ് നിന്നെ കോൺഫിഡൻസ് കളയും. അതനുസരിച്ച് പിന്നെ ഇവൻ വരുന്ന ഇൻ്റർവ്യൂവിനൊക്കെ തോക്കും. അന്നേരം അവർ പറയണമെന്ന് അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങും. കാരണം എനിക്ക് പറയാൻ തിരിച്ച് അവർ പറയണേക്ക് മനസ്സിലാകണില്ല. അപ്പോൾ പെട്ടെന്ന് പെൻഷന് ഒരു ബോധം വന്ന് മാതാവ് പറയും ആ ഉപ്പെടുത്ത് വായിടാൻ പറയും. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഉടമ്പടി വഴിയാണിത്. എന്നിട്ട് ഇവൻ പറയുവേ ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വായിലിട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി. അത് ഗ്ലൂക്കോസ് പോലെ മധുരിച്ച് തണുത്ത് എൻ്റെ ഉള്ളിലിറങ്ങി. എന്നിപ്പോൾ നിങ്ങൾ പോയി ബാക്കി പ്രഷർക്കാർ പോയി ഉപ്പെടുത്ത് വായിട്ടെടുത്ത് കേട്ടോ. ഇപ്പം തന്നെ ഓരോ അവസരം വരുമ്പോൾ ഓരോരുത്തരും വിശ്വാസം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ പ്രഷറായിരുന്നു, അച്ഛൻ പറഞ്ഞ് പ്രസംഗിച്ച് ഉപ്പ് വായിടാം, അതേ എടുത്ത് വായും പിടിച്ച് കിടക്കണമെന്ന്. അതുപോലെ കോടതി കേസിന് പോകരുത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരവരുടെ പ്രത്യേകതയാണത്. ഞാൻ പറയുന്നത് അവരുടെ ആ ഓരോരുത്തരുടെ ദൈവം നയിക്കണ രീതി ചിലപ്പോൾ നിങ്ങളെ നയിക്കണ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഒരാളെ നമുക്ക് അതുപോലെ അങ്ങോട്ട് അനുകരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല, പാനിക്കാകാനാണ് ഇവൻ്റെ പ്രശ്നം. അവർ പറഞ്ഞ കേൾക്കാത്തതാണോ അവൻ്റെ പ്രശ്നം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞറിയാവാ, അവൻ പറയണേ എനിക്കറിയാവുന്ന മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരാളെ അമ്മ കൊണ്ടുവന്നെന്ന്.
അതൊക്കെ ഭയങ്കര പരിപാടിയാണ് ഇതിന് നടക്കുന്നത്. അതായത് ഇവൻ്റെ ഗതികേട് അമ്മയ്ക്കറിയാം. ഇവൻ വാ പൊളിച്ച മറ്റുള്ളവർ അപ്പം തന്നെ ഇവനെ ഔട്ടാക്കും. പക്ഷേ ഇവൻ വിശ്വാസം പ്രഖ്യാപിക്കും. അമ്മയുടെ ഉപ്പെടുത്ത് വായിടും. കാര്യം ഞാനല്ല ഇനി ഞാൻ തോറ്റാൽ നീ തോറ്റ പോലെ ഇരിക്കും. കാര്യം ഞാൻ നിന്നെ വായിലിട്ടാണ് സംസാരിക്കണത്. അമ്മ എന്ത് ചെയ്ത്? അമ്മയ്ക്കത് അറിയാവുന്ന കാരണം അമ്മ എന്ത് ചെയ്ത്? ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് സായിപ്പിനെ വെക്കും. സായിപ്പ് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കും. ഇവൻ അതുപോലെ മണിമണി ഉത്തരം പറയും. നല്ല ധൈര്യത്തിന് അതുപോലെ ഞാൻ പാസ്സായി. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയേ, എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് ഉടമ്പടി വഴി ഇന്ന് എവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ വൈഫും കയറിപ്പോവുകയാണ്, അവിടെ ജീവിതം അങ്ങനെ മാറിപ്പോവുകയാണ്. പക്ഷെ അവർ വന്ന ഉടമ്പടിയുടെ ആ വഴികൾ ഭയങ്കരമാണ്. ആ വഴികളിലൊക്കെ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ക്രിസ്തു അവൻ നടന്ന വഴി എന്ന് പറയുന്നത് വല്ലാത്തൊരു വഴിയാണ്. അതിൽ പറയണത് അവൻ നടന്ന വഴി ചിലപ്പോൾ നടക്കേണ്ടി വരും. ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണലെത്തിക്കാൻ 1 യോഹന്നാൻ 2:6 അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴി എന്താണ്? അവൻ നടന്ന വഴി ലുക്ക 24:46 എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കയറേണ്ടത് ആവശ്യമായിരുന്നില്ല. സകലം എന്താണ്? ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവമഹത്വം. അതിൻ്റെ ഫലം എന്താണ്? നിത്യത. കൈയടിച്ച് സ്തുതിക്കട്ടെ. മക്കളെ, വേദനയുള്ള സ്ഥലത്ത് കൈകൾ വെക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയുടെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ദൈവിക മുഹൂർത്തങ്ങൾ ആരാധനയ്ക്ക് ഇപ്പോൾ നമുക്ക് അവകാശമാണ്. നിങ്ങൾ വേദനയുള്ള എല്ലാ ഇടങ്ങളിലും കൈകൾ വെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അതേസമയം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾക്ക് വേണ്ടിയും തടസ്സങ്ങളും നിവാരണത്തിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കും. 5 മിനിറ്റായി പ്രാർത്ഥന സമയം. ഇട്ടുമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, 38 വർഷമായി അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ചുച്ചു മുതൽ ഉള്ളംകാലം വരെ മാരക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, അതുപോലെ എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മെഡുല്ല രോഗങ്ങൾ, ബ്രെയിൻ്റെ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, പേശി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മാറ്റപ്പെടുത്തണമേ. മക്കളെ, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വിദേശത്ത് ജോലി ശരിയാത്തവര്, അവിടെ തിരിച്ചു പോരാൻ പോണവര്, ഗ്രീൻ കാർഡ് കിട്ടാത്തവർ, PR ലഭിക്കാത്തവർ, നാട്ടിൽ നിന്ന് റിസൾട്ട് പരീക്ഷകളുടെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവർ, കുടുംബ കലഹത്തിലുള്ളവർ, കുടുംബക്കോടതി കേസുള്ളവർ, മാതാപിതാക്കന്മാരെ മാനിക്കാത്തവർ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടവർ, ഇങ്ങനെ എല്ലാ വ്യവസായം നടക്കാത്തവർ, വ്യാപാരം നടക്കാത്തവർ, ജീവിതമാർഗം മുട്ടിയവർ, എല്ലാ മേഖലകളിലും ശത്രുക്കളുള്ളവർ, അതെല്ലാം ശിരസ് കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ശിരസ് എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ
മാർഗ ജീവിത തടസ്സങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിന് വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, കടങ്ങളുള്ളവര്, കോടതി കേസുള്ളവര്, കുടുംബ കോടതി കേസുള്ളവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിദേശത്തിലേക്ക് ശ്രമിക്കുന്നവര്, വിദേശത്തിൽ നഷ്ടപ്പെട്ടു പോയവര്, കുടുംബത്തിൽ കലഹങ്ങളുള്ളവര്, യേശു ക്രിസ്തു ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങൾ തടസ്സങ്ങൾ മാറിക്കൊണ്ട് ആരാധനയിലൂടെ മക്കളെ മുട്ടനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛനും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളെ വിട്ടുപോയ കാര്യങ്ങളും നിങ്ങളുടെ ഉടമ്പടി വെച്ച വിഷയങ്ങളും ഈശോയോട് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അപേക്ഷിക്കുക. ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്. അവൻ നടന്ന അതേ വഴിയിലൂടെ നടന്ന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മറിയ, ആവേ ആവേ